വന്യമൃഗ ആക്രമണത്തിൽ ഇന്നാരും മരിച്ചതായി കേൾക്കരുത് എന്ന പ്രാർത്ഥനയോടെയാണ് മലയാളിയുടെ ദിവസം ആരംഭിക്കുന്നത്. എങ്കിലും വർഷം ശരാശരി 125 പേരെങ്കിലും കേരളത്തിൽ വന്യമൃഗങ്ങൾ കൊന്നു തള്ളുകയാണ്. കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങൾ അമ്മയുടേതാണോ എന്ന തിരിച്ചറിയൽ പരേഡിന് നിന്ന് കൊടുക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ ഇന്നും കേരളത്തിന്റെ കണ്ണീരാണ്. ഇന്നും വയനാട്ടിൽ നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ടു. പാലോട് 50കാരൻ മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. പക്ഷേ മനസാക്ഷി മരവിച്ചുപോയ കപട പരിസ്ഥിതിവാദികളുടെ കണ്ണിൽ ഇതൊന്നും പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം. 5/4/2018 സർക്കാർ ഉത്തരവ് പ്രകാരം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന വ്യക്തികളുടെ നിയമപരമായ അവകാശികൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ 22/11/2023 ഉത്തരവ് പ്രകാരം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന വ്യക്തികളുടെ നിയമപരമായ അവകാശികൾക്ക് 10 ലക്ഷം രൂപ സമാശ്വാസ ധനസഹായമായി കൊടുക്കാൻ തീരുമാനിക്കുകയും വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്സ് ഫണ്ടിൽ നിന്നും കേന്ദ്ര പദ്ധതികളായിട്ടുള്ള പ്രൊജക്ട് എലഫന്റ് ആൻഡ് പ്രൊജക്ട് ടൈഗർ സ്കീമുകൾ പ്രകാരവും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തുക അനുവദിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ നിയമപരമായ അവകാശികൾക്ക് ആർക്കും ഇന്ന് വരെ കേന്ദ്രവിഹിതമായ 10 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ 7/3/2024 നമ്പർ 4/2024 DMD ഉത്തരവ് പ്രകാരം ഇത്തരം മരണങ്ങൾ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ആയതിന്റെ ആനുകൂല്യമായ 4 ലക്ഷം രൂപ ഉത്തരവിറങ്ങി 10 മാസം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ പ്രഖ്യാപനം സർക്കാരിന്റെ നേട്ടമായി കുട്ടിഘോഷിച്ചിട്ട് വനമന്ത്രി ഇപ്പോൾ പറയുന്നു സംസ്ഥാനത്തിന്റെ വിഹിതമായ 10 ലക്ഷം 6 ലക്ഷമാക്കി വെട്ടിക്കുറച്ചിട്ടാണ് ഈ 4 ലക്ഷവും കൂട്ടി 10 ലക്ഷമാക്കുന്നതെന്ന്. 2018 മുതൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി സർക്കാർ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രപ്രകാരം വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും വനാതിർത്തി പങ്കിടുന്നവരും വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചാൽ ഇൻഷുറൻസ് തുകയായ 1 ലക്ഷം ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. ഇതൊന്നും കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറല്ല. ഉത്തർപ്രദേശിൽ 6 വർഷക്കാലത്ത് 3500-ലേറെ ആളുകളാണ് പാമ്പുകടിയേറ്റ് മരിച്ചത്. അവരുടെ ആശ്രിതർക്കൊക്കെ 4 ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം 2024 മാർച്ചിൽ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും അനുബന്ധമായി പുറത്തിറക്കേണ്ട മാനദണ്ഡങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പുറത്തിറക്കിയിട്ടില്ല. മഹാരാഷ്ട്ര വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് 2022 മുതൽ 25 ലക്ഷമാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ മധ്യപ്രദേശ് 8.5 ലക്ഷത്തിൽ നിന്ന് നഷ്ടപരിഹാരം 25 ലക്ഷമാക്കി ഉയർത്തി. ഇവിടെയും സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതവും സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിന്റെ 4 ലക്ഷവും ഇൻഷുറൻസ് തുകയായ 1 ലക്ഷവും ചേർത്ത് 25 ലക്ഷമാണ് ലഭിക്കേണ്ടത്. 2011 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ട് റെസ്പോൺസ് റൂൾ വന്നത്. അതുപ്രകാരം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് വരുന്ന ഫണ്ടിന്റെ 75% കേന്ദ്രവും 25% സംസ്ഥാനവുമാണ് വഹിക്കുന്നത്. 2011-12 മുതൽ 2024-25 സാമ്പത്തിക വർഷം വരെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേന്ദ്രവിഹിതമായി വന്നിട്ടുള്ളത് 2546.61 കോടി രൂപ. ഇതുകൂടാതെ വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗം, ഓഖി അടക്കമുള്ള മറ്റ് ദുരന്തങ്ങൾക്ക് പ്രത്യേക പാക്കേജായി 3155.58 കോടി രൂപയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് സംസ്ഥാന വിഹിതമായി വന്നിട്ടുള്ളത് ആകെ 848.59 കോടി രൂപയാണ്. 2024 ഡിസംബർ 31 ഈ അക്കൗണ്ടിൽ ചെലവഴിക്കാതെ അവശേഷിക്കുന്ന തുക 669.28 കോടി രൂപ. ഇതുകൂടാതെ 2024 നഷ്ടപരിഹാരം കൊടുക്കുന്നതിനായി കിഫ്ബി 100 കോടി കൊടുത്തു. വീണ്ടും കിഫ്ബി വിഹിതം 110 കോടി കൂടി അനുവദിച്ച് ആകെ 210 കോടിയാക്കി. വന്യമൃഗ ആക്രമണങ്ങളെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച ശേഷം 30ഓളം മരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. അവർക്ക് 4 ലക്ഷം വീതം കൊടുക്കാൻ കിഫ്ബിയുടെ ഈ ആദ്യ വിഹിതം മാത്രം മതിയായിരുന്നു. 2022-23 പ്രസിദ്ധീകരിച്ച വനം ഭരണ റിപ്പോർട്ട് എത്ര പേർ വായിച്ചു നോക്കിയിട്ടുണ്ടെന്നറിയില്ല. വനം വകുപ്പിന് വിവരം ചോർത്തി നൽകിയാൽ പണം ലഭിക്കും. 2022-23 കാലയളവിൽ അങ്ങനെ ഒറ്റുകാർക്ക് നൽകിയത് 1,06,500 രൂപ. ഒറ്റുകാർക്ക് പാരിതോഷികം കൊടുക്കുന്ന വനം വകുപ്പിന് കൊല്ലപ്പെട്ടവന്റെ ചോരയുടെ വില കൊടുക്കാനാവില്ല. സർക്കാർ അവകാശപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി അല്ല കാരണമെന്നതിന് സർക്കാർ നൽകിയിരിക്കുന്ന കണക്കുകൾ തന്നെ സാക്ഷിയാണ്.